ഹായ് ഹലോ. അപ്പോൾ ഗ്യാസൊന്നും യൂസ് ആക്കാതെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. സിമ്പിൾ റെസിപ്പിയാണ്, ഒരുപാട് സാധനങ്ങൾ ഒന്നും ആവശ്യമില്ല, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാക്കിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പം നമ്മൾ ഈ ഒരു ഹെൽത്തി റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ അവിൽ വെച്ചിട്ടാണ്. മട്ട റൈസിൻ്റെ അവിലാണ് എഴുതിയിട്ടുള്ളത്. ഏകദേശം 1.5 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സാധാ അവിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അവിലിനി വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല. വെള്ളമൊന്നും ഒട്ടും നമ്മളെ മിക്സിയുടെ ജാറിൽ ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മളിതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടേ. ചെറിയൊരു തരിതരിപ്പ് മാത്രമേ കേട്ടോ ഉണ്ടാവുള്ളൂ. നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിക്കണ്ട, ചെറിയൊരു തരിതരിപ്പോടെ വേണം നമ്മളിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, വെല്ലം, ശർക്കര, അതും അല്ലെങ്കിൽ നമുക്ക് ഈത്തപ്പഴം ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് വെല്ലമാണ് ചേർത്തിട്ടുള്ളത്. ഒരു വലിപ്പമുള്ള ഒരു പീസ് എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ വെല്ലത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ചിട്ട് അളവൊന്നുമില്ല, നമുക്ക് മധുരം എത്ര ആണെന്നുള്ളതനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഞാനിപ്പം അത്യാവശ്യം നല്ലൊരു മധുരം തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് കേട്ടോ ഒരു പീസ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത്ര വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പീസ് എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈത്തപ്പഴം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 ഈത്തപ്പഴം ചേർത്താൽ മതി. പഞ്ചസാര ആണെങ്കിൽ 1-2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്താൽ മതി കേട്ടോ. അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂനട്ട്സും ഒരു ഏലക്കായും ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇതും നമ്മൾ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല കേട്ടോ. ചെറിയൊരു തരിതരിപ്പൊക്കെ ഉണ്ട്. ആ ഒരു രീതിക്കാണ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ, നമ്മൾ അരി ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പാകത്തിനാട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങ കേട്ടോ. നമ്മളിതിൽ തേങ്ങ എത്രത്തോളം ചേർക്കുന്നത് അത്രയും ടേസ്റ്റാണ്. നല്ല പച്ച തേങ്ങ തന്നെയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ടും ഉണ്ടാകാൻ, അതിലെ പാലൊക്കെ നന്നായിട്ട് ഇറങ്ങിക്കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഇപ്പം 1/2 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാട്ടോ. നമ്മൾ തേങ്ങയൊക്കെ ഒരുപാട് ചേർത്തിനാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനി നിങ്ങൾ 1/2 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പെങ്കിലും ചേർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്കിതിന് കിട്ടുള്ളൂ. അപ്പോൾ 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്തിട്ട് ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഈ ഒരു തേങ്ങയുള്ള പാലൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്ന് നമ്മൾ അവിലൊന്ന് ചെറുതായിട്ടൊന്ന് നനഞ്ഞ് തുടങ്ങുന്ന ആ ഒരു പാകത്തിനാട്ടോ ഇത് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. അതുവരെ നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പച്ച തേങ്ങയാണെങ്കിൽ അത്രയും നല്ലതാട്ടോ. നമ്മൾ ഉണക്ക് തേങ്ങ എടുക്കുന്നതിനേക്കാളും നല്ലത് പച്ച തേങ്ങയിൽ നിങ്ങളുടെ കയ്യിൽ അതുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ചധികം കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി തേങ്ങ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം സംഭവം നല്ല സെറ്റായിട്ട് വന്നോളൂ. അപ്പോൾ ചെറുതായിട്ട് നനവൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തേങ്ങയൊക്കെ കൂടി മിക്സ് ആക്കിയിട്ട് എടുത്തപ്പോൾ തന്നെ സാധനം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുറച്ചൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. മധുരമൊക്കെ പാകത്തിനുണ്ടോ, ഏലക്കായ ടേസ്റ്റൊക്കെ ഉണ്ടോ എന്നെല്ലാം നോക്കാം. അപ്പോൾ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് തട്ടി കൊടുത്താൽ മതി. കാണാനും നല്ല ഭംഗിയുണ്ടാവും, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ തേങ്ങ ചേർത്ത ആ ഒരു സമയത്ത് തന്നെ 1 ടീസ്പൂണോളം ഗീയും കൂടിയും ചേർക്കാം കേട്ടോ ഇതിലേക്ക്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തുകഴിഞ്ഞാൽ ആ ഒരു ഗീയുടെ ടേസ്റ്റും കൂടി നമുക്ക് കിട്ടുമേ. അപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് ഞാനിത് ആ പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പാകത്തിന് കിട്ടണം. അതാണ് ഇതിൻ്റെ ആ ഒരു നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് കുഴച്ചെടുക്കുന്ന ആ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ സംഭവം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈ ഒരു മഴക്കാലത്തൊക്കെ പെട്ടെന്ന് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.